തിരുവനന്തപുരം ചെങ്കൽ വട്ടവളയിൽ നിന്ന് പ്രദേശവാസികൾ 108 ആംബുലൻസിനെ ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് വിളിക്കുന്നത്. പ്രദേശത്തെ ഒരു 50 വയസ്സുള്ള ആൾ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി വെള്ളം കണ്ടാൽ ഭയപ്പെടുന്നു, പേവിഷബാധ സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആംബുലൻസിനെ വിളിക്കുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാനായി എത്തുകയും ആംബുലൻസിൽ ബലപ്രയോഗത്തിലൂടെ ഈ 50-കാരൻ രാജേന്ദ്രനെ ബലപ്രയോഗത്തിലൂടെ ആംബുലൻസിൽ കയറ്റുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകും വഴിയാണ് ഇഞ്ചക്കൽ ബൈപ്പാസിൽ വെച്ച് ഈ ആൾ ആംബുലൻസ് ജീവനക്കാരെ അടക്കം മർദ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. തുടർന്ന് ആംബുലൻസ് ജീവനക്കാരെ മർദ്ദിക്കുകയും ആംബുലൻസ് ജീവനക്കാർ പിന്നീട് ഈ സമീപ പ്രദേശത്തുള്ള കടകളിലും വീടുകളിലും അഭയം തേടുകയുമായിരുന്നു. പിന്നീട് ആംബുലൻസിന് പിന്നാലെ രാജേന്ദ്രന്റെ ബന്ധുക്കൾ വാഹനത്തിൽ വരുന്നുണ്ടായിരുന്നു. അവരാണ് രാജേന്ദ്രന് വേണ്ടി തിരച്ചിൽ നടത്തിയത്. കുറേയേറെ മണിക്കൂറുകൾ തിരഞ്ഞു. പക്ഷേ 6 മണിയോടെയാണ് രാജേന്ദ്രന്റെ മൃതദേഹം ഈ ഇഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമുണ്ട്. നമുക്കറിയാം 1 കിലോമീറ്ററോളം പ്രദേശത്ത് വലിയ കിടങ്ങ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ കിടങ്ങിൻ്റെ സമീപത്ത് നിന്നാണ് അല്ലെങ്കിൽ കിടങ്ങിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കിടങ്ങ് ഈ കഴിഞ്ഞ കുറേയേറെ നാളുകളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന് സമീപത്ത് അല്ലെങ്കിൽ ഓടയ്ക്ക് സമീപത്ത് രൂപപ്പെട്ട ഒരു വലിയ കുഴിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിൽ പൂഴുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ജീവനക്കാരും അതേപോലെ തന്നെ ആംബുലൻസ് സർവീസും പ്രത്യേകം എത്തിയാണ് ഈ മൃതദേഹം ഈ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തതെന്നുള്ളതാണ്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. പേവിഷബാധയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ആംബുലൻസ് ജീവനക്കാർക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ വെള്ളം കണ്ടാൽ ഭയപ്പെടുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നു, മാത്രമല്ല അക്രമാസക്തനുമായിരുന്നു. അങ്ങനെയാണ് ജീവനക്കാരെ അടക്കം മർദ്ദിക്കുകയും തുടർന്ന് ചാടി ഓടുകയും ആംബുലൻസിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ചാടി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും തുടർന്ന് വെള്ളക്കെട്ടിലേക്ക് വീണതും എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് പേവിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ആവുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായി ജീവനക്കാർ പറയുന്നത് പേവിഷബാധ തന്നെ എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. വീഡിയോ ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.